പ്രൈസ് ലോർഡ്. നമുക്ക് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവം നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നമ്മളെ എക്യുപ്പ് ചെയ്ത്, നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെതായ പദ്ധതിയിലോട്ട് ഒരുക്കിക്കൊണ്ട് ഇരിക്കുന്ന വചനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം നൽകിയത്. എന്തൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ, അതങ്ങനെ തന്നെ അത് നടക്കും. എന്തൊക്കെ ബലഹീനത, എവിടൊക്കെ സാത്താൻ അഡ്വാൻറ്റേജ് എടുത്തു എന്ന് പറഞ്ഞാലും അവസാന ജയം എപ്പോഴും നമുക്കായിരിക്കും, ദൈവത്തിൻ്റെ പക്ഷത്തായിരിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. നമുക്ക് ഇന്ന് ദൈവം നമ്മളോട് ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ പഠിപ്പിച്ചതുപോലെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മളെ ഒരു പ്രത്യേകമായ രീതിയിൽ എക്യുപ്പ് ചെയ്യുന്ന, നമ്മളെ പെർഫെക്ഷനിലോട്ട് നടത്തുന്ന വചനങ്ങളാണ് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർമാനം എന്ന പോലെ ദൈവം ഇന്ന് നമുക്ക് നൽകിയ ചില വചനങ്ങൾ നമുക്ക് വളരെ ഓടിച്ച് നോക്കാം. അതിൽ നിന്ന് ദൈവം ചില കാര്യങ്ങളെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് 21 സങ്കീർത്തനം നമുക്ക് വായിക്കാം. 21 സങ്കീർത്തനം. 21 സങ്കീർത്തനം നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 21 സങ്കീർത്തനം. ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ഇവിടെ ദാവീദിനെ കുറിച്ച് തന്നെ പറയുന്ന ഒരു വേദവാക്യം പോലെ, യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ഇവിടെ അത് ദാവീദിന് മാത്രമല്ല, അത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അത് ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിലോട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇവിടെ ഈ വാക്യം നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഇവിടെ ഈ രാജാവ് അല്ലെങ്കിൽ ദാവീദ് അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ, പുതിയ നിയമ ഇസ്രായേൽ ആയ നമ്മളൊക്കെ രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ദാവീദിന്റെ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ബലമാണ്. അത് മാത്രമല്ല, ഇമ്മീഡിയറ്റ്ലി ദാവീദ് അവിടെ പറയും, അത് രക്ഷയുമായിട്ട് കണക്റ്റും ചെയ്തിട്ടുണ്ട്. രക്ഷയുമായിട്ട് കണക്റ്റും ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്യം, ദാവീദിന് ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കാൻ പറ്റും. ദാവീദിന് ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, അത് ദാവീദിൻ്റെ രക്ഷയുമായി കണക്റ്റഡുമാണ്. അതായത് ഇവിടെ എഴുതിയേക്കുന്ന രക്ഷയിൽ ഏറ്റവും ഉല്ലസിക്കുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ഈ ദാവീദിന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് യഥാർത്ഥമായി സ്വർഗത്തിൽ പോകും, യഥാർത്ഥമായ രക്ഷ കിട്ടുന്ന ദാവീദിന് ഭയങ്കര കോൺഫിഡൻസാണ്, ഭയങ്കര ഉറപ്പാണ്. ഒന്ന്, ദാവീദ് സന്തോഷിക്കുന്നു, സന്തോഷത്തിന്റെ കാരണം ദൈവത്തിന്റെ ബലമാണ്. 2, ഈ ബലം അല്ലെങ്കിൽ ഈ അടുത്ത് ഇമ്മീഡിയറ്റ്ലി പറയുന്നത് രക്ഷനെ കുറിച്ചാണ്. അത് രക്ഷയിൽ ഏറ്റവും ഉല്ലസിക്കുന്നു. ഒരാൾ ഏറ്റവും ഉല്ലസിക്കണമെങ്കിൽ അത്ര കോൺഫിഡൻസും അത്ര ഉറപ്പും അയാൾക്കത് സ്വന്തമായ പോലത്തെ ഒരു അവസ്ഥയും വേണം അങ്ങനെ ഉല്ലസിക്കണമെങ്കിൽ. അതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെയാണ് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ
ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ വായിച്ച സങ്കീർത്തനം 21-ന്റെ 1-ാം വാക്യവും ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യവും തമ്മിൽ കണക്റ്റഡ് ആണ്. അതെന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനതിൻ്റെ ആ എസൻസിലോട്ട് മാത്രം വരുന്നു. യേശു പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ വാക്യവും ദൈവവാക്യം, ആ ദൈവം പറഞ്ഞത് ആ ദൈവം അരുളി ചെയ്യുന്നതാണ്. ഇനി ദൈവം പറയുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് പേഴ്സണലി ഇപ്പോഴും സംസാരിക്കുന്ന വചനം അത് ദൈവവചനമാണ്. ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് സീരിയസ്നെസ്. whatever God speak out, it is from God, and because of that it is word of God. We need to understand, it's not logos but it is rhema. ദൈവം നമ്മളോട് പേഴ്സണലി സംസാരിക്കുന്നതും ദൈവവചനം തന്നെയാണ്. ഇനി ഇവിടെ പറയുന്ന കാര്യം, അതിനു മുമ്പ് എഴുതിയേക്കുന്നു, എന്തുകൊണ്ടാണ് ആ ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചത്? നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രയെന്ന് എന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു പറയുന്ന ഒരു കറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു വളരെ മർമ്മം ഉൾക്കൊണ്ട, അല്ലെങ്കിൽ സന്തോഷത്തിന് യഥാർത്ഥമായി കാരണമുള്ള, നിത്യജീവങ്കിലേക്ക് യഥാർത്ഥമായി കാരണമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. ദാറ്റ് മീൻസ് നോർമൽ ഫുഡിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ അല്ല, പകരം നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ. അപ്പോ ഇവിടെ യേശു പറയുന്നതും ഒരു ആഹാരമാണ്. ആ ആഹാരം നമ്മൾ കഴിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതും ആ ഒരു വാക്കിനോട് പറയാം, ഇവിടെ കഴിച്ചാൽ എന്നല്ലേ സാധാരണ അതിൽ ആഹാരം കഴിക്കാനുള്ളതല്ലേ. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്ന അങ്ങനെയാണോ? പകരം നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കുവിൻ എന്നാണ് എഴുതിയത്, കഴിക്കുവിന്നല്ല. അപ്പോ ഈ യേശു പറയുന്ന ആഹാരം കഴിക്കാനുള്ളതല്ല, പകരം ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. യേശു തരുന്ന ആഹാരം, അതിനുശേഷം അടുത്ത ഇതിൽ എഴുതിയിട്ടുണ്ട്, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അപ്പോ യേശു നമുക്ക് ആഹാരം തരും. ആ ആഹാരം കഴിക്കാനല്ല, പ്രവർത്തിക്കാനാണ്. ആ ആഹാരം കഴിച്ചാൽ, ആ ആഹാരം പ്രവർത്തിച്ചാൽ, ഈ ആഹാരം നമ്മൾ കഴിക്കാന്ന് കേട്ട് കണക്ട് ചെയ്ത് എനിക്ക് പോലും ആ യൂസേജിൽ പ്രശ്നം വരുന്നു. ആ ആഹാരം പ്രവർത്തിച്ചാൽ നമുക്ക് നിത്യജീവൻ ഉറപ്പാണ്. ആ ആഹാരം അതിന് ഒരു വളരെ പ്രത്യേകതയുള്ള ആഹാരമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടോ നമുക്ക് ഇവിടെ മനസ്സിലായില്ലെങ്കിലും, ഒരുപക്ഷെ അതിൻ്റെ ആക്ച്വൽ ട്രാൻസ്ലേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ നോക്കിയില്ല. അതിൻ്റെ ഒരുപക്ഷെ നോക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാകുമായിരിക്കും. അടുത്ത വാക്യത്തിൽ ഈ പറഞ്ഞ അവിടെ കൂടിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് മനസ്സിലായി ഇത് കഴിക്കേണ്ട സാധനമല്ല, പ്രവർത്തിക്കേണ്ടതാണെന്ന് മനസ്സിലായിട്ട് അവർ തന്നെ പറയാണ്, അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ യേശു പറയുന്ന ഈ ആഹാരം പ്രവർത്തിക്കേണ്ട കാര്യമാണെന്ന് അവിടെ കൂടി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി. ഒരുപക്ഷെ ആ ഗ്രീക്കിലുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ സാധാരണഗതിയിൽ നോക്കേണ്ടതാണ്, പക്ഷേ സമയത്തിന്റെ അപര്യാപ്തത മൂലം എനിക്ക് നോക്കുവാൻ പറ്റിയില്ല. പക്ഷെ എന്തുകൊണ്ടോ അവിടെ ഇരിക്കുന്ന ആൾക്ക് വ്യക്തമായി അവർ പറയുന്നതാ,
ഞങ്ങൾ എന്നാൽ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തിനെ എങ്ങനെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റും, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അടുത്ത ഒരു കാര്യമാണ്. അതിന് യേശു ഉത്തരം പറഞ്ഞത് എന്താണ്? യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ ദൈവത്തിനെ പ്രസാദിപ്പിക്കേണ്ടത് പ്രവൃത്തിയാലാണ്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് ആഹാരമാണ്. അതായത് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ആ വിശ്വാസത്തിന്റെ പ്രാക്ടിക്കൽ തലം കണ്ടു. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച അബ്രഹാമിന്റെ ഒക്കെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്, ദൈവം നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയും, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കും. നമ്മൾ അത് ചെയ്താണ് വിശ്വാസം പ്രൂവ് ചെയ്യേണ്ടത്. അതല്ലാതെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസവും അല്ലെങ്കിൽ ദൈവം ഏകനാണെന്നുള്ള വിശ്വാസവും ഒന്നും, അത് സാത്താന് വിശ്വസിക്കും. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച കാലം മുമ്പ് അത് കേട്ടതാണ്, അത് പഠിച്ചതാണ്. അതിലൊരു കാര്യമില്ല. അത് സാത്താനും അറിയുന്ന വിശ്വാസമാണ്. സാത്താന്റെ വിശ്വാസം കൊണ്ട് ഇവിടുത്തെ കാര്യം നടക്കൂല. പകരം ഒബീഡിയൻസ്, ദൈവം പറയുന്ന കാര്യം ചെയ്യുന്നതിലാണ് ആ വിശ്വാസം ഇരിക്കുന്നത്. അപ്പോൾ ഈ പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ദൈവം തന്നെയാണ് വഴി, സത്യം, ജീവൻ. അപ്പോ യഥാർത്ഥമായി ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 6:40 എഴുതിയേക്കുന്നത്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിന്റെ ഇഷ്ടം, അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ അത് പ്രാക്ടിക്കലി നമ്മളെല്ലാ പ്രാക്ടിക്കൽ തലത്തിലോട്ട് അതിനെ പോവാം. യേശു ആരാ? രക്ഷകനാ, മശിഹയാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ നിത്യജീവൻ പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്, അല്ലെങ്കിൽ എനിക്ക് നിത്യജീവൻ പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ് യേശു. യേശു എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് യേശു. എൻ്റെ രോഗത്തിന്റെ സൗഖ്യദായകനാണ് യേശു. യഥാർത്ഥമായ രക്ഷ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രക്ഷയാണ് യേശു ഓഫർ ചെയ്തത്. പെർഫെക്റ്റ് ആയിട്ടുള്ള വിജയമാണ് ഓഫർ ചെയ്തത്. കാരണം യേശു വിജയിച്ച യേശുവാണ്. അപ്പോൾ യഥാർത്ഥമായി യേശുവിനെ നമ്മൾ നോക്കുന്ന നോട്ടം, ദൈവമേ യഥാർത്ഥമായി അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ, യഥാർത്ഥമായി അങ്ങ് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തോടാണ് യേശുവിനെ മുഖത്തോട്ട് നോക്കേണ്ടത് ഓരോ ദിവസവും. കാരണം യേശുവാണ് രക്ഷകൻ. യേശുവിനെ രക്ഷ യഥാർത്ഥമായി തരാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ റോമാലേഖനം നമ്മൾ 8-ാം അധ്യായം വായിക്കുമ്പോൾ, നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ നമ്മൾ മരിക്കും നിശ്ചയം. അതായത് നമ്മുടെ ബുദ്ധി, നമ്മൾ ഇതിനു മുമ്പേ ഒക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് റോമാലേഖനം 8-ാം അധ്യായത്തിലെ ആ കാര്യങ്ങളൊക്കെ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ ഇങ്ങനെയാണ്: ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയായതിന് തന്നെ ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട, ആവശ്യപ്പെടേണ്ട ഒരു കാര്യമാണ്, ദൈവമേ എനിക്ക് ജഡത്തിന്റെ സ്വഭാവമല്ല, പകരം ആത്മാവിന്റെ സ്വഭാവം തരണമേ. ഇനി അടുത്ത വാക്യം: ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ഫ്രോണിയോ എന്ന് തന്നെയുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രോണിയോ, അതായത് എൻ്റെ ഫ്രോണിയോ എൻ്റെ ബ്രെയിനിൽ നിന്ന് വരുന്നതാണോ, ദൈവത്തിന്റെ സ്പിരിറ്റിൽ നിന്ന് വരുന്നതാണോ? ബ്രെയിനിൽ നിന്ന് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ എൻ്റെ റിസൾട്ട് മരണമായിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് വളരെ വ്യക്തമായ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മളെ നരകത്തിലോട്ട് ചെന്ന് എത്തിക്കാൻ പറ്റും.
അതേസമയം എൻ്റെ ഫ്രോണിയോ എന്ന് പറഞ്ഞ വിസറൽ കൊഗ്നിറ്റീവ് തിങ്കിങ്ങിന്റെ പണ്ട് ആ പത്രോസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ച അതേ വാക്യം തന്നെ, ഫ്രോണിയോ എന്നുള്ള. അപ്പോൾ എൻ്റെ ഫ്രോണിയോ അത് ദൈവത്തിന്റെ സ്പിരിറ്റിൽ നിന്നാണോ, ദൈവത്തിന്റെ അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിൽ നിന്നാണോ? ബ്രെയിനിൽ നിന്നാണെങ്കിൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവസാനം അതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സെങ്കിൽ, ജഡമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നരകത്തിൽ അവസാനിക്കും. അതേസമയം നമ്മുടെ ആ ഫ്രോണിയോ പരിശുദ്ധാത്മാവാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ നിത്യജീവന്റെ പാതയിൽ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാര്യം എന്ന് മനസ്സിലാകാം, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ, ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ചിന്ത പരിശുദ്ധാത്മാവായിരിക്കണം നിയന്ത്രിക്കേണ്ടത്. എന്നെ നടത്തുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചിന്തയ്ക്ക് ആധാരം എൻ്റെ ബ്രെയിൻ ആയിരിക്കരുത്, പകരം ആത്മാവായിരിക്കണം, ദൈവത്തിൻ്റെ ബുദ്ധി ആയിരിക്കണം. എൻ്റെ ബുദ്ധിയല്ല, ദൈവത്തിൻ്റെ ബുദ്ധി ആയിരിക്കണം അതെന്നെ നടത്തുന്നത് എന്നുള്ള ഒരു കാര്യം വേണം. കാരണം ഇവിടെ പൗലോസ് എഴുതിയേക്കുന്ന ജഡത്തിന്റെ ചിന്ത, അതായത് എൻ്റെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഫ്രോണിയോ ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. അപ്പൊ ഈ വചനം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കും, നിങ്ങളുടെ ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ചിന്തകൾ, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷമായിട്ട് അല്ലെങ്കിൽ അതിനെ പ്ലോട്ട് ചെയ്യുന്നൊന്നുമല്ല. ഇപ്പം പത്രോസിന്റെ കാര്യത്തിലും നല്ല ചിന്തയാ വന്നേ. അതായത് അവന്റെ ഗുരു മരിക്കരുത്, അവന്റെ ഗുരുവിനൊരു അപകടം പറ്റരുത് എന്നുള്ള നല്ല ചിന്തയാണ്. പക്ഷേ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് സാത്താനാണ്. അതുകൊണ്ടാണ് യേശു പത്രോസിനെ ശാസിച്ച്, സാത്താനെ എന്നെ വിട്ടുപോ. അപ്പോ ഈ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന എത്ര നല്ല സ്വഭാവം, നല്ല ചിന്തയാണെങ്കിൽ പോലും ബ്രെയിനിൽ നിന്നാണോ, അത് അവസാനം സാത്താൻ, അതിന്റെ പുറകിൽ സാത്താന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഉറപ്പായിട്ടും നമ്മളെ നിത്യനരകത്തിൽ കൊണ്ടെത്തി. അതുകൊണ്ടാണ് അതിനുശേഷം നമ്മളിങ്ങനെ എഴുതിയേക്കുന്നത്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിനെ if you are a real child of God, listen this. ഹോളി സ്പിരിറ്റിന് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഹോളി സ്പിരിറ്റിന് നമ്മളിതിൽ കറക്റ്റായിട്ട് ഗൈഡൻസ് തരാൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള ബ്രെയിനിനും പറ്റും. ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല, സാധാരണ വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആത്മാവുള്ള വ്യക്തിയാണെങ്കിൽ കൂടിയും, ആത്മാവുള്ള വ്യക്തിക്കും ബ്രെയിനും ഉണ്ട്, ഹോളി സ്പിരിറ്റും ഉണ്ട്. ഹോളി സ്പിരിറ്റ് ഒരു കാര്യം പറയും, ബ്രെയിൻ വേറൊരു കാര്യം പറയും. ഇനി ഹോളി സ്പിരിറ്റിന്റെ കാര്യം ചെയ്യേണ്ടത്, അതല്ല ബ്രെയിനിന്റെ കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ മരണത്തിന്റെ പാതയിലാണെന്ന് കൂട്ടിക്കോ. അത് എത്ര നല്ല കാര്യമാണെങ്കിലും, എത്ര നല്ല പ്രവൃത്തിയാണെങ്കിലും, അല്ലെങ്കിൽ മാനുഷികമായി നല്ലതായിട്ട് തോന്നുന്ന പ്രവൃത്തിയാണെങ്കിലും അത് മരണത്തിലോട്ടാ കൊണ്ടുപോകുന്നത്. കാരണം അതിന്റെ പുറകിൽ സാത്താന്റെ പ്രവൃത്തിയുണ്ട്, സാത്താന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ദൈവമേ, എൻ്റെ ചിന്തകളെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ, അങ്ങയുടെ ആത്മാവ് നിയന്ത്രിക്കണമേ. അപ്പൊ അങ്ങനെ ഒരു നിയന്ത്രണം ആവശ്യമുണ്ട്, അങ്ങനെ ഒരു രീതി ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും നമ്മൾ തിരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഈ ദൈവം പറയുന്ന, ഇവിടെ ദൈവം എന്താ പറയുന്നത്? ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുകയും. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി ഇത് പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. എന്നിട്ട് അവർ തന്നെ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സന്തോഷിപ്പാൻ, പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്? അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഒന്നും വേണ്ട, പുത്രനിൽ വിശ്വസിച്ചാൽ മതി. പുത്രനിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക, പുത്രൻ എന്താണ് ആക്ച്വലി? ഞാൻ തന്നെ
വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ നമ്മൾ ഈ ദാവീദിൻ്റെയൊക്കെ സങ്കീർത്തനത്തിൽ 25 എഴുതിയേക്കുന്ന എന്താ? ദിവസം മുഴുവൻ ദാവീദ് ദൈവത്തിലാണ് പ്രത്യാശ വെക്കുന്നത്. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. ആ ഒരു വാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ദിവസവും നമ്മൾ പോകേണ്ടുന്ന വഴി നമ്മുടെ പുത്രനോട് ചോദിച്ച്, അല്ലെങ്കിൽ യേശുവിനോട് ചോദിച്ച് നമ്മൾ എടുക്കണം. എന്താണ് സത്യം, എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാ ദിവസവും ഏത് സമയവും പുത്രനെ നോക്കി പുത്രനിൽ നിന്ന് റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കണം. യേശു എന്താ പറഞ്ഞത്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യേശുവിന് നമ്മളെ കറക്റ്റായിട്ടുള്ള വഴി നടത്താൻ പറ്റും. പക്ഷെ നമ്മളത് ചോദിക്കണം, നമ്മളത് ചോദിച്ചു മേടിക്കണം. എല്ലാ ദിവസവും നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം, ഒരിക്കലും നമ്മുടെ ബ്രെയിൻ ആയിരിക്കരുത്. ഇത് ആത്മാവിൽ ഒരു നിലവാരത്തിൽ, ഒരു സെർട്ടൻ നിലവാരത്തിലുള്ള വ്യക്തിക്ക് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ആഴം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവർ വിചാരിക്കും വാട്ട് എ ഫൂളിഷ്നെസ് ദിസ് ഫെലോ ഈസ് ടോക്കിംഗ് എന്ന് അവർ വിചാരിക്കുള്ളൂ. അത് എന്ന് വെച്ചാൽ അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് കൊണ്ടാണ്. ബട്ട് ഐ എം വെരി സ്പെസിഫിക്കലി ആൻഡ് കറക്റ്റ്ലി റിപ്പീറ്റിംഗ് ദ സ്റ്റേറ്റ്മെന്റ്. പരിശുദ്ധാത്മാവിന് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും നിയന്ത്രിക്കാൻ പറ്റും. അതാണ് കറക്റ്റായ ദൈവത്തിന്റെ ചിന്ത. ബ്രെയിനിനും നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും ഇനിഷ്യേറ്റ് ചെയ്യാനും പറ്റും. ബ്രെയിനിന്റെ ചിന്തയാണെങ്കിൽ ഉറപ്പായിട്ടും നരകത്തിൽ അവസാനിക്കുള്ളൂ. അതേസമയം പരിശുദ്ധാത്മാവിന്റെ ചിന്തയാണെങ്കിൽ ഉറപ്പായിട്ടും സ്വർഗത്തിൽ എത്തുകയുള്ളൂ. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തില് പിന്നെയും ആ ഒരു വാക്യത്തിൽ എന്താണ് എഴുതിയേക്കുന്നത്? ഈ മനുഷ്യപുത്രൻ തരുന്ന ആഹാരം പ്രവർത്തിക്കാനുള്ളതാണ്. അത് പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിൽ ദൈവം എന്താണ് ഇവിടെ എഴുതിയേക്കുന്നത്? നിത്യജീവങ്കിലേക്ക് അങ്ങനെയുള്ള ആൾക്കാരെ മുദ്രയിട്ടിരിക്കുന്നുള്ളൂ. സീൽഡ് ആണ്, സീൽഡ്. അതുകൊണ്ടാണ് ഈ ദാവീദ് ആ രക്ഷയിൽ ഏറ്റവും ഉല്ലസിച്ചത്. കാരണം ദാവീദിനറിയാം, ദാവീദിന്റെ സ്ട്രെങ്ത് എന്താ? യഹോവയിലാണ് അവന്റെ സ്ട്രെങ്ത്. ഇനി അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് അതിന്റെ സ്ട്രെങ്തിന്റെ കാര്യം പറയാം. അതായത് നമ്മളിങ്ങനെ പ്രാക്ടിക്കലി എടുക്കണമേ. നമ്മൾ ഓരോ ദിവസവും രാവിലെ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവം ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? ഇന്ന് എൻ്റെ രക്ഷയുടെ മാർഗം എന്താണ്? ഇന്ന് ഏത് വഴിയിലാണ് നടക്കേണ്ടത്? എൻ്റെ ആത്മീയ ഭൗതിക എൻ്റെ ടാസ്ക്, എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവിടുത്തെ ഇഷ്ടം ഫുൾഫിൽ ആകാൻ പാകത്തിനുള്ള എൻ്റെ ടാസ്ക് എന്താണ് ദൈവമേ എന്ന് ആരെങ്കിലും ഒരാൾ ആത്മാർത്ഥമായി ചോദിച്ചാൽ വ്യക്തമായി ദൈവം അത് പറഞ്ഞു തന്നേ പറ്റൂ. അതാണ് ദൈവത്തിന്റെ സിസ്റ്റം. എനിക്കത് കിട്ടുന്ന വ്യക്തിയാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ടെന്ന് ദൈവത്തോട് ചോദിച്ചാൽ വ്യക്തമായി പറഞ്ഞു. ചോദിച്ചില്ലെങ്കിൽ ആ സ്ഥാനം എക്സ്പെക്ട് ചെയ്യേ വേണ്ട, ചോദിച്ചാലേ കിട്ടുള്ളൂ. എനിക്കങ്ങനെയാണ്, ചോദിച്ചാൽ. പിന്നെ അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലോട്ട് വല്ല പോകുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ദൈവം ഇന്റർവ്യൂ ചെയ്യാറുള്ളൂ, ചോദിക്കാതെ തന്നെ. അതർവൈസ് നമ്മൾ കറക്റ്റായ ആ പാതയിൽ പോകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇൻസ്ട്രക്ഷൻ തരും. I will instruct you and teach you the way in which you should go. അവിടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, ഗൈഡൻസ് ഉണ്ട്. I will guide you with my eye. ഗൈഡൻസ് ഉണ്ട് അവിടെ. ഇത് നടക്കും. ഇത് ഇറ്റ്സ് നോട്ട് സംതിങ് അല്ലെങ്കിൽ ചുമ്മാ ബൈബിളിൽ എഴുതി വെച്ചൊന്നുമല്ല. പ്രാക്ടിക്കലി സ്പെസിഫിക്കലി എന്തൊക്കെ ഭൗതികമായ ആത്മീയമായ നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞു അവിടെ ഉണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രാക്ടിക്കൽ തലത്തിൽ എടുക്കണം ഇതിനെ. പ്രാക്ടിക്കലായിട്ട് എന്നും ദൈവത്തോട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇത് മനസ്സിലാക്കിയപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നി.
അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെതായ ആ പ്രശ്നത്തിന്റെ യഥാർത്ഥമായ കാരണങ്ങൾ എന്താണ്? ഈ ഞാൻ ദാവീദ് പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. നമ്മൾ പുതിയ നിയമത്തിലെ ആണെങ്കിൽ കൂടി ദാവീദിന്റെ ഈ റെവലേഷൻ ഉണ്ടായിരുന്നു. ദാവീദ് പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. ഞാൻ 25-ാം സങ്കീർത്തനം ആദ്യം മുതൽ വായിക്കാണ്. യഹോവേ, നിന്നിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. അപ്പോ ഇവിടെ ദാവീദ് ലജ്ജിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. ലജ്ജിക്കുന്ന അവസ്ഥ ജീവിതത്തിൽ വരരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യങ്ങൾ: യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിന്നിൽ പ്രത്യാശ വെക്കുന്നു. അപ്പോ ലജ്ജിക്കാതിരിക്കണോ? ഇനി നമ്മുടെ ലൈഫിൽ തന്നെ നോക്കിയോ, നമ്മൾ എവിടൊക്കെ ലജ്ജിച്ചിട്ടുണ്ടോ, എവിടൊക്കെ നമ്മൾ ഫെയിലിയർ അല്ലെങ്കിൽ എവിടൊക്കെ ദൈവത്തിന്റെ ഉദ്ദേശം നടക്കാതെ പോയിട്ടുണ്ടോ, അതിനൊക്കെ കാരണം നമ്മുടെ ബ്രെയിനാണ്. നമ്മൾ നല്ലതെന്ന് തോന്നി ചെയ്തതും അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ പോയതും അങ്ങനത്തെ ആ പ്രവൃത്തികളുടെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ എവിടെ കാര്യങ്ങൾ ശരിയാവാതെ അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഇനിഷ്യേറ്റീവായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ട് ഈസ് ഫ്രം അവർ ബ്രെയിൻ. പക്ഷേ എവിടൊക്കെ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയിട്ടുണ്ടോ, ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനിത് തുടങ്ങുന്നു, ഞാനിതിൻ്റെ സ്റ്റെപ്പ് വെക്കുന്നു, അങ്ങനെ പ്രൊസീജിയർ ഉണ്ടോ, ഒരു മനുഷ്യനും ലജ്ജിച്ചു പോകത്തില്ല. അതിന്റെ സിസ്റ്റം അങ്ങനെ ഉണ്ടാവത്തില്ല. കാരണം ദൈവം പറഞ്ഞിട്ട് തുടങ്ങിയൊരു കാര്യമാണെങ്കിൽ അതങ്ങനെ ലജ്ജിക്കാനുള്ളതല്ല. ദാവീദിന് ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ദാവീദ് പറയാ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണം. അപ്പൊ നമ്മളും എല്ലാ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. നമ്മൾ പോകേണ്ടുന്ന വഴി ദൈവത്തിന് അറിയാതെ നമുക്കല്ല, നമ്മുടെ ബ്രെയിനിനല്ല. ബ്രെയിനിന് അറിയാമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് സാത്താൻ നമ്മളെ ചതിക്കുന്നതാണ്. ഓരോ ദിവസവും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവിന് പറ്റും, കപ്പാസിറ്റി ഉണ്ട്. അത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ നിത്യജീവനിലേക്ക് നടന്നെടുക്കുന്നത്. കാരണം ഓരോ ദിവസവും ദൈവത്തോട് ചോദിക്കണം, ദൈവം ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ഇല്ല ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയാണ് നിന്റെ ഉദ്ദേശം. അത് കുറച്ചുകൂടെ ഒരു ബ്രോഡായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമ്മളെ തന്നെ എംപ്റ്റി ആക്കി ദൈവത്തിന് മുമ്പിൽ രാവിലെ വെച്ചോളും. ദൈവമേ, ടെൽ മീ ടുഡേസ് അസൈൻമെന്റ്, ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ പ്ലാനുകൾ ദൈവത്താൽ നിയന്ത്രിതവും, നമ്മുടെ സമയം, നമ്മുടെ ടൈം ലൈൻ അത് ദൈവത്തിന്റെ പ്ലാനിനനുസരിച്ചാ പോണമെങ്കിൽ യു ആർ സേവ്ഡ്. രക്ഷയിൽ ഉല്ലസിക്കാം. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ദർ ആർ 2 ടൈപ്സ് ഓഫ് പ്രെയർ, ഓർ ഈവൻ ഈ പറഞ്ഞ ദൈവത്തിന്റെ ആലോചന 2 രീതിയിൽ തന്നെ ചോദിക്കാം. ഒരു രീതി, നമുക്ക് ഓരോരോ റിക്വയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ റിക്വയർമെന്റിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് അറിയിച്ചു. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ജഡത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ഓൾറെഡി ഇൻവോൾവ് ആണ്. ആ ഇൻവോൾവ് ആയിരിക്കുന്ന ആക്ടിവിറ്റിയിൽ ദൈവമേ എന്താണ് നിന്റെ ആലോചന, ഓക്കെ, അപ്പോഴും ദൈവം പറയും. പക്ഷെ പ്രശ്നം എന്നാ, ഈ പറഞ്ഞ ആക്ടിവിറ്റിയുടെ ഒറിജിൻ ഒരുപക്ഷെ ജഡത്തിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രശ്നമുണ്ട്, അതിന് ചില കുടുക്കളുണ്ട്. പക്ഷെ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പകരം നമ്മളെ ഒരു എംപ്റ്റി വെസലാക്കി വെച്ചിട്ട് ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ച്, നമ്മുടെ സമയം, നമ്മുടെ എനർജി, നമ്മുടെ സകല കാര്യങ്ങളും ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മുടെ സ്റ്റെപ്പുകളെ വെക്കുന്നുവെങ്കിൽ യു ആർ വാക്കിംഗ് ടുവേർഡ്സ് ദ എറ്റേണൽ ലൈഫ്.
അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ വാക്യങ്ങളിൽ, അല്ലെങ്കിൽ അതാണ് ദൈവം യഥാർത്ഥമായി ഉദ്ദേശിക്കുന്നത്. കാരണം ദൈവം വേറൊരു കാര്യം യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 55:11 വാക്യം ഒന്ന് കേട്ടോ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, കാരയ്ക്ക് പകരം കൊളുന്തു മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തനമായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളവുമായും ഇരിക്കും. ആമേൻ, ഹല്ലേലൂയ. കണ്ടോ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. ഇന്ന് ഓരോ ദിവസവും ദൈവത്തോട് നമ്മൾ ചോദിച്ചിട്ട് ദൈവം നമ്മളോട് പറയുന്ന വചനങ്ങൾ, അത് ദൈവവചനമാണ്. ആ വചനത്തിന് അത് റീമയ്ക്ക് ശക്തിയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാവോ? അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കും. പ്രിയ ദൈവമക്കളെ, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കേൾക്കണം. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് തന്നെ, അവിടുന്ന് പുറപ്പെട്ടോ. യെസ്, God will energize us. God will empower us to do it. It has that power. Try to understand. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം നമ്മളോട് ഓരോ കാര്യം പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നത്, ആ ദൈവം പറയുമ്പോൾ തന്നെ ആ ശക്തി അവിടുന്ന് പുറപ്പെടും. പറഞ്ഞു പോയി, ദൈവം പറഞ്ഞു പോയി, വെറുതെ പിന്നെ അത് ഇരിക്കാൻ പറ്റില്ല. It should implement the purpose of that particular essence or the command. അത് 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 ചെയ്തേ പറ്റൂ, അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ അത് മാത്രം, നമ്മൾ മാത്രമല്ല അതിൻ്റെ ആ ഒരു ദൈവം അങ്ങ് പറഞ്ഞു വിടുമ്പോൾ അതിന് എന്താ ആഫ്റ്റർ എഫക്റ്റ് എന്ന് നോക്കിയേ. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. അതായത് ദൈവം പറഞ്ഞ കാര്യങ്ങളിലാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ സകല സാഹചര്യങ്ങളും അതിന് ഫേവറായിട്ട് പ്രവർത്തിക്കും. നോബഡി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ എഴുതിയേക്കുന്ന അടുത്തന്നെ, മുള്ളിന് പകരം സരളവൃക്ഷവും മുളയ്ക്കും, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊളുന്തു മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തനമായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ അടയാളമായിരിക്കും. അപ്പോൾ ദൈവം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ബാക്കി എല്ലാ കാര്യവും അത് അനുകൂലമായി തന്നെ തീരും. കാരണം ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ ശക്തി ആ ഒരു പ്രവർത്തിക്കുന്നുണ്ട്. അത് ആ ഒരു കാര്യത്തിനുണ്ട്. അത് വെറുതെ ഇരിക്കില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് തരുന്നത്. അപ്പോൾ ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കേൾക്കുന്നത്, സ്പെസിഫിക്കലി കേൾക്കുന്നത്, റീമയായിട്ട് കേൾക്കുന്നത്, അതാണ് ബലം. ഇറ്റ് വിൽ കം ടു പാസ്. അത് നടക്കും, അത് നടക്കുന്നേ പറ്റൂ. ഒരു ശക്തിക്കും അതിനെ തടയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, ദൈവത്തിന്റെ വാക്ക് കേട്ട് പുറപ്പെട്ടതാണോ, ത്രൂ ഔട്ട് ആ ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻ തന്നെയാണോ നിൽക്കുന്നത്? ഇടയ്ക്ക് വെച്ച് നമ്മുടെ സ്വന്തം ഐഡിയയും ബുദ്ധിയും കയറ്റി കൊള്ളാകരുത്. അതല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ തന്നെയാണ് മൂവ് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ സക്സസ് നമുക്കുള്ളതാണ്. ഒരു കാരണവശാലും ലജ്ജിച്ചു പോകില്ല. പകരം മനുഷ്യന്റെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ തന്നെ പ്ലാൻ അനുസരിച്ചോ, അല്ലെങ്കിൽ ഇടയ്ക്ക് ദൈവത്തിന്റെ പ്ലാനിൽ തുടങ്ങി പിന്നെ നമ്മുടെ പ്ലാൻ ഇട്ട് അതിനെ ഡിവേറ്റ് ചെയ്യിപ്പിച്ചാൽ ഞാൻ ഈ പറയുന്ന
കാര്യം എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എവരി ഡേ, എല്ലാ ദിവസവും, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ എന്തെങ്കിലും പ്ലാൻ ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പിന്നെയും ദൈവത്തിൽ നിന്ന് കറക്റ്റായിട്ട് പ്രാപിച്ച് ഇത് എല്ലാ ദിവസവും ചെയ്യാനുള്ള ദാവീദ് ദിവസം മുഴുവൻ ദാവീദിൻ്റെ പരിപാടി ഇതായിരുന്നു. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് ദാവീദ് നടക്കുന്നത് എന്നുള്ള ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പം കാരണം മൊത്തം പ്രതീക്ഷ മൊത്തം ദൈവത്തില്ല. ഇത് നമ്മുടെ ലൈഫിൽ ഒരു ലൈഫ് സ്റ്റൈല് ആക്കി മാറ്റുവാണെങ്കിൽ കേവലം അല്ലെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ അസൈൻമെന്റ് കാര്യം അക്കംപ്ലിഷ് ചെയ്യുക മാത്രമല്ല, വി ആർ റണ്ണിങ് ടുവേർഡ്സ് ദാറ്റ് എറ്റേണൽ ലൈഫ്. ബിക്കോസ് എവറി ഡേ വി ആർ ബിലീവിങ് ഇൻ ജീസസ്, വി ആർ എക്സിക്യൂട്ടിങ് ഹിസ് പ്ലാൻ. ഒരു ശക്തിക്ക് നമ്മളെ തടയാൻ പറ്റത്തില്ല. പക്ഷെ പ്രൊവൈഡഡ്, പിന്നെയും ഞാൻ പറയുന്നു, ബ്രെയിനിനെ ഓഫ് ചെയ്ത് വെച്ചേരെ, ദൈവത്തിൻ്റെ ബ്രെയിൻ ഇതിൽ പ്രവർത്തിക്കട്ടെ. നമ്മളെ ജസ്റ്റ് ഒരു വെസലായി, ഒരു ടൂളായി, ഒരു ഒബീഡിയൻസ് സെർവൻ്റായി മാത്രം ഉപയോഗിക്കുക. യെസ്, അതാണ് അതിൻ്റെ കറക്റ്റായ വഴി. നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഇഷ്യൂസ് നമ്മുടെ മുമ്പിലുണ്ടോ, ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവത്തോട് ഇതൊരു ഒരു 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 എക്സസൈസ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന, ദൈവത്തിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യുന്ന, ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, ആ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങൾ പോകുന്ന ആ അവസ്ഥയുണ്ടല്ലോ, നിത്യജീവങ്കിലേക്കുള്ള നമ്മുടെ നടന്നെടുക്കമായിരിക്കും. അതല്ല നമ്മൾ ബ്രെയിനിനെ അനുസരിച്ച്, നമ്മുടെ ജഡത്തെ അനുസരിച്ച് നമ്മൾ വലിയ പ്ലാൻ, ഒരുപക്ഷെ ദൈവത്തിന് വേണ്ടി തന്നെയുള്ള പ്ലാൻ ആണെങ്കിൽ കൂടി, അതായത് നമ്മൾ ഏതെങ്കിലും ശുശ്രൂഷയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ മിനിസ്ട്രിയിലുള്ള വ്യക്തിയാണെന്നോർത്തോ, അയാൾ ദൈവത്തിൻ്റെ മിനിസ്ട്രി എക്സ്പാൻഡ് ചെയ്യാൻ അയാളുടെ ബ്രെയിൻ ഉപയോഗിച്ചാൽ പോലും അവിടെയും സാത്താൻ പ്രവർത്തിക്കും. അതും ഞാൻ പറയുന്നു നിത്യനരകത്തിലേക്കുള്ള പോക്കായിരിക്കും. കാരണം അതിനെ സാത്താനിട്ട് കുഴകളയും. പക്ഷേ ദൈവത്തോട് ചോദിക്കുക, ഹോളി സ്പിരിറ്റ് ആയിരിക്കണം അതിൻ്റെ ഓദർ, ഹോളി സ്പിരിറ്റ് ആയിരിക്കണം അതിൻ്റെ ഇനിഷ്യേറ്റർ, ഹോളി സ്പിരിറ്റ് ആയിരിക്കണം അതിൻ്റെ ശക്തി, അതിൻ്റെ ആ വചന, ദൈവം അയച്ച വചനത്തിൽ നിന്നുള്ള ശക്തിയോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി യെസ്, അൾട്ടിമേറ്റ് സക്സസ് വിൽ ബി വിത്ത് അസ്. ദാവീദൊക്കെ അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ യഥാർത്ഥ എക്സാമ്പിൾ. ഈ ഒരു ആശയം യഥാർത്ഥമായി ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് ജീവിച്ച് കാണിച്ചെന്ന വ്യക്തിയാണ് ദാവീദ്. യെസ്, ഇവിടെ ദാവീദിൻ്റെ തന്നെ സങ്കീർത്തനത്തിൽ അത് വ്യക്തമായി നമുക്കത് മനസ്സിലാകുന്ന കാര്യമുണ്ട്. വ്യക്തമായത് മനസ്സിലാകുന്ന കാര്യം നമ്മൾ 26-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യം, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. ശ്രദ്ധിക്കണേ, 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എന്താ വായിച്ചേ? എന്താണ് നമ്മളോട് പറയുന്നത്? യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരയണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ഇതേ ദാവീദ് 26-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ, അതായത് ദാവീദ് യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് നടന്നതിന് ശേഷം ദാവീദ് പറയുക, യഹോവ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. അതായത് ദാവീദ് 25-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ചോദിച്ച കാര്യം 26-ാം സങ്കീർത്തനമായപ്പോൾ ദാവീദ് യഥാർത്ഥമായത് ഇംപ്ലിമെൻ്റ് ആക്കിയായിരുന്നു. അപ്പൊ എന്നിട്ട് ദാവീദ് തന്നെ ദൈവത്തോട് തന്നെ പറയാണ്, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന, നീ എന്നെ ടെസ്റ്റ് ചെയ്യുക, വേണമെങ്കിൽ ഞാൻ നടക്കുന്ന വഴി എക്സാക്ട്ലി നിന്റെ ഹിതമല്ല, അങ്ങനെ തന്നെ അല്ലേ എന്ന് വേണമെങ്കിൽ നീ ടെസ്റ്റ് ചെയ്തോ. അത്ര കോൺഫിഡൻറ്റിലൂടെ അത്ര ലെവൽ മാറ്റം ദാവീദിനുണ്ടായി. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ എന്ന് ദൈവത്തോട് അങ്ങോട്ട് പറയാം. അപ്പൊ 25-ാം സങ്കീർത്തനത്തിൽ നിന്ന് 26-ാം സങ്കീർത്തനത്തിലോട്ട് വലിയൊരു ട്രാൻസിഷൻ നടന്നു. വലിയൊരു ട്രാൻസിഷൻ ദാവീദിന്റെ ജീവിതത്തിൽ നടന്നു.
അതെങ്ങനെ സംഭവിച്ചു? അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിതത്തിന് യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കാൻ പറ്റുക? അതിൻ്റെ സീക്രട്ട് 25 തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. 25-ന്റെ 6 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ, അവ പണ്ടുപണ്ടേ ഉള്ളവയല്ലോ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവും ആകുന്നു. ഇവിടെ ദാവീദ് അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തുള്ള തരുക. എങ്ങനെ അത് നടക്കും? അതെങ്ങനെ നടക്കണമെന്ന് വെച്ചാൽ, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. നമ്പർ 1, നമ്മൾ പാപത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ ദൈവത്തിന് നമ്മളെ നേർവഴി കാണിക്കാൻ പറ്റും. അതെന്ത് ചെയ്യണം? യഥാർത്ഥമായി ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കഴുകൽ പ്രാപിച്ച്, ആ രക്തം കൊണ്ടുള്ള കഴുകൽ പ്രാപിച്ച് പാപ വഴികളെ ദൈവത്തോട് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കരുണയ്ക്കായിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം അവനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അത് കൺഫേം ചെയ്ത് എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമ്മളിപ്പോൾ വായിച്ച ആ വേദഭാഗങ്ങളുടെ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി യേശുവിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു, പാപം മാറണം, ദൈവം എന്നെ സഹായിക്കണം, എന്നെ ശുദ്ധീകരിക്കണം എന്ന് ആത്മാർത്ഥമായി ഏത് വ്യക്തി പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നോ അവനെ ദൈവം അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. വചനപ്രകാരം ഉപേക്ഷിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് ഫ്രം ഗോഡ്. ജീസസ് കാനോട്ട്. ഒൺലി പ്രോബ്ലം നമ്മൾ അങ്ങോട്ട് ചെല്ലാത്തതാണ് പ്രശ്നം. നമ്മളവിടെ ചെല്ലുന്നത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം ക്ഷമിച്ചിരിക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം വാക്കുമാറ്റും ദൈവമല്ല. ഇത് പറയാൻ പറ്റും. അത് ആത്മാർത്ഥമായി പാപക്ഷമ വേണോ, ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കറക്റ്റായി തീരണമോ എന്ന് നമുക്ക് താല്പര്യത്തോടെ ദൈവത്തിന്റെ സന്നിധി ചെന്നാൽ ദൈവത്തിന് ഉപേക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. ഗോഡ് കെൻ നോട്ട് ഡിനൈ യു. പ്രത്യേകിച്ച് നിങ്ങൾ ദൈവത്തിന്റെ സെലക്ഷനിലുള്ള ആളാണെങ്കിൽ, ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവം വല്ല രോഗസ്ഥാപനത്തിന് മുമ്പ് ദൈവം കണ്ട വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും ദൈവം ഉപേക്ഷിക്കത്തില്ല, പറ്റത്തില്ല. എത്ര വലിയ പാപം അല്ലെങ്കിൽ പാപത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം എന്നോട് ക്ഷമിക്കണമേ, യെസ് ഞാൻ കറക്റ്റായി ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി ചെല്ലുവാണെങ്കിൽ, ഈ യോഹന്നാന്റെ സുവിശേഷം 6:37 പ്രകാരം യേശുവിന് നിങ്ങളെ ഡിനൈ ചെയ്യാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഇനി അപ്പൊ അതുകൊണ്ടാണ് പാപികളെ നേർവഴി. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ദൈവത്തെ നമ്മുടെ ജീവിതം ഏൽപ്പിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പാണത്. അതിനുശേഷം 9-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സങ്കീർത്തനം 25:9, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ആർക്കാണ് വഴി പഠിപ്പിച്ചു കൊടുക്കുന്നത്? സൗമ്യതയുള്ളവർക്ക്. ഈ ഹംബിൾനെസ് എന്ന് പറയുന്ന സാധനം എന്താണ് ശരിക്കും? അതൊരു ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാപങ്ങളെ ഏറ്റുപറഞ്ഞതിന് ശേഷം, പാപം ക്ഷമിക്കപ്പെട്ടതിന് ശേഷം അടുത്ത് വഴി മനസ്സിലാവണമെങ്കിൽ അടുത്ത് നമുക്ക് വേണ്ട എന്താണെന്ന് അറിയുമോ? ഹംബിൾനെസ് വേണം. നമ്മൾ ഹംബിൾനെസ്സിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളും മാറ്റി ദൈവത്തോട് ആത്മാർത്ഥമായി ചോദിക്കണം, ദൈവമേ എനിക്ക് ഹംബിൾനെസ് നൽകണമേ. യെസ്, ഞാൻ വലിയ മിടുക്കനാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്ത, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഹംബിൾനെസ്സിന് നേരെ വിപരീതമാണ്. അത് പറ്റത്തില്ല. പകരം യഥാർത്ഥമായി ഒരു സെർവൻ്റ് എങ്ങനെയാണോ, ഒരു ബോസിന്റെ, ഒരു യജമാനന്റെ കീഴിൽ ഒരു സെർവൻ്റ് എങ്ങനെയാണോ, അങ്ങനെ
ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണം. അത് ഞാൻ പറയാം, ഹമ്പിൾ അതിനെ പ്രാക്ടിക്കലി പറയാം. ഐ ഡോണ്ട് വാണ്ട് ടു സ്കിപ്പ് എനിത്തിങ്, ഐ ഡോണ്ട് വാണ്ട് ടു മിസ്ലീഡ് എനിത്തിങ്. ഡോണ്ട് ട്രൈ ടു പ്രാക്ടീസ് ദാറ്റ് ഹംബിൾനെസ് ബൈ യുവർ സെൽഫ്, because humbleness is a fruit of spirit. It should come from Holy Spirit as a product. So what you should do, you need to pray to God that God, I need that humbleness. കാരണം ആ സൗമ്യത എന്നുള്ളത് ആത്മാവിൻ്റെ ഒരു ബലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ജഡത്തിലെ സൗമ്യത എക്സസൈസ് ചെയ്ത് ജഡത്തിലെ സൗമ്യത കൂട്ടിക്കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിസ്ലീഡ് ആവല്ലേ എന്ന്. ഹംബിൾനെസ് എന്ന് പറയുന്ന ആത്മാവിൻ്റെ ബലമാണ്. അപ്പോൾ ആത്മാവിൻ്റെ ബലം അത് നമുക്കത് ദൈവത്തോട് ചോദിച്ച് നമ്മൾ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഹംബിൾനെസ് നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ആത്മാവിൻ്റെ ഫലമായിട്ട് ദൈവമേ എനിക്ക് ആ സൗമ്യത നൽകണം, യഥാർത്ഥ സൗമ്യത, ആ സ്വർഗത്തിൽ നിന്നുള്ള ആ യേശു സൗമ്യനായിരുന്നില്ല, യേശുവിൻ്റെ ആ സൗമ്യത, അതുപോലത്തെ ഒരു സൗമ്യത എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ നിയമങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. ഈ പാത മുഴുവൻ കറക്റ്റായി സത്യത്തിൻ്റെ ദയയുടെ പാതയാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ നിയമവും സാക്ഷ്യവും പ്രമാണിക്കണം. നിയമവും സാക്ഷ്യവും പ്രമാണിക്കാൻ ആർക്ക് പറ്റും? എഹെസ്കേലിൻ്റെ പുസ്തകം 36-ന്റെ 26, 27 ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾക്ക് വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചതാണ്. ദൈവത്തിൻ്റെ ആ ആത്മാവ്, ഹൃദയം, ആ കല്ലായുള്ള ഹൃദയം മാറി മാംസളമായ ഹൃദയം വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ അനുഷ്ഠിക്കുന്നതാണ്. അപ്പോൾ നിയമവും സാക്ഷ്യവും പ്രമാണിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ പണിയപ്പെടണം, നമ്മുടെ ദുർനിക്ഷേപം മാറണം, കല്ലായുള്ള ഹൃദയം മാറണം, എന്നിട്ട് മാംസളമായ ഹൃദയം വരണം. അതിനുവേണ്ടി ദൈവം ഒരു പുതിയ ശക്തി നൽകും, പുതിയ ആത്മാവിനെ നൽകും. അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ദൈവത്തെ ചട്ടങ്ങളിലും വഴികളിലും നടക്കുമാറാകും. അപ്പോൾ യഥാർത്ഥമായ പ്രോപ്പർ വഴിയിൽ നടക്കണമെങ്കിൽ അടുത്ത റിക്വയർമെൻറ്റ് ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ഹൃദയം, ആ കല്ലുകളൊക്കെ മാറി യഥാർത്ഥമായി നമ്മുടെ ഹൃദയം പണിയപ്പെടണം. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ ഹിതത്തിൻ്റെ അനുസരിച്ച് ആവുക. അപ്പോൾ വഴി കറക്റ്റാണോ, ദൈവത്തിൻ്റെ വഴി നടക്കണോ, ഈ ഒന്ന് പാപം മാറിയ അവസ്ഥ വേണം, സൗമ്യനായിരിക്കണം, സൗമ്യത ദൈവത്തിന് ചോദിച്ച് മേടിക്കണം, 3 യഥാർത്ഥമായി ഓൾ സിസ്റ്റത്തിൽ പണിയപ്പെടണം. ആ ഹൃദയത്തിൻ്റെ ദുർനിക്ഷേപങ്ങളെ മെതിച്ച് പൊടിച്ച് പതിരാക്കി പാറ്റി പുറത്ത് കമാൻഡ് ചെയ്യണം. എൻ്റെ അവിശ്വാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അവിശ്വാസത്തിൻ്റെ അവിശ്വാസമാകുന്ന ആ ദുർനിക്ഷേപത്തെ യേശുവിൻ്റെ നാമത്തിൽ മെതിച്ച് പൊടിച്ച് പതിരാക്കി പാറ്റി പുറത്താക്കുന്നുവെന്ന് കമാൻഡ് ചെയ്യണം. അപ്പോൾ യഥാർത്ഥമായി ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വിശ്വാസത്തിൻ്റെ ദുർനിക്ഷേപം മാറി. എന്നിട്ട് ദൈവത്തോട് ചോദിക്കും, ദൈവമേ എനിക്ക് വിശ്വാസം എന്ന ആ ആത്മാവിൻ്റെ വരത്തെ നൽകണമേ എന്ന് പറയുമ്പോൾ ദൈവം ചെയ്യും. ആത്മാർത്ഥമായി ദൈവത്തെ പ്രാർത്ഥനയോടെ, ദൈവമേ, അപ്പം പരിശുദ്ധ എൻ്റെയൊക്കെ പ്രാക്ടിക്കലായ എക്സ്പീരിയൻസിൽ ഈവൻ ഈ മെതിക്കൽ പൊടിക്കൽ അതുപോലും ദൈവം ഗൈഡ് ചെയ്തിരും. ദൈവം പറയും, ആദ്യം ചിലപ്പം പറയും സാത്താനെ ഓടിക്കാൻ പറയും, അതിനുശേഷം ചിലപ്പോൾ ഉള്ളിലെ ആ കാട്ടത്തികളെ വേരോടെ പിഴുത് കളയാൻ പറയും. അതിനുശേഷം ചിലപ്പോൾ ദൈവം പറയും യേശുവിൻ്റെ നാമത്തിൽ ആ മെതിക്കൽ ആ ഒരു യഥാർത്ഥമായി അത് കമാൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റിയാൽ അതാണ് കറക്റ്റ് മെത്തേഡ്. ഈ പറഞ്ഞ ദുർനിക്ഷേപങ്ങൾ മാറുന്ന മെത്തേഡിൻ്റെ യഥാർത്ഥ രീതി അതാണ്. അതായത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ഫീഡായി. ആ ബ്രെയിൻ ഫീഡായതുകൊണ്ട് ഒരു പ്രാർത്ഥന പാറ്റേൺ പോലെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംഭവം നടക്കും. മീൻസ് അതല്ല, ദാറ്റ് ഇസ് നോട്ട് ദ വേ, റൈറ്റ് വേ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അങ്ങയുടെ സന്നിധി വരുന്നു, അങ്ങയുടെ ഇഷ്ടപ്രകാരമായി തീരാൻ വേണ്ടി നിന്റെ സന്നിധി വരുന്നു എന്ന് പറഞ്ഞ് ഇരുന്ന് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇങ്ങനെ സ്ലോലി സംസാരിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഓരോ വചനങ്ങൾ നമുക്ക് നൽകും, വചനത്തിൻ്റെ പ്രകാശനം നമുക്ക് നൽകും.
ഇതൊക്കെ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടക്കണം. യഥാർത്ഥമായി ഗൈഡഡ് ആയിരിക്കുന്ന ഹോളി സ്പിരിറ്റിനാൽ തന്നെ ആയിരിക്കണം. ആ പരിശുദ്ധാത്മാവ് ഗസയ്ക്കുള്ള ആ വഴിയിലോട്ട് ആ പീലിപ്പോസിനെ നടത്തിയത് പരിശുദ്ധാത്മാവല്ലേ. അനന്യാസിനെ പൗലോസിന്റെ അടുത്തോട്ട് അയച്ചത് അത് പരിശുദ്ധാത്മാവല്ലേ. പരിശുദ്ധാത്മാവിന് അന്ന് അതൊക്കെ ചെയ്യാൻ പറ്റും, ഇന്ന് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മളോട് ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലൊക്കെ ദൈവവും ഡെയിലി ഇടപെടുന്നതാണ്. ഇറ്റ് ഈസ് പോസിബിൾ. അത് എക്സ്പീരിയൻസ് ചെയ്യുക. ആൻഡ് അത് അങ്ങനൊരു സംഭവം ഇല്ല, അങ്ങനൊരു കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ വെറുതെ തോന്നുന്നതല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക്. ഈ വചനം വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇത് കേൾക്കുന്ന വ്യക്തി ജീവിതമെങ്കിൽ, പരിശുദ്ധാത്മാവിന് യഥാർത്ഥമായി നമ്മുടെ ഫ്രോണിയോനെ, നമ്മുടെ കോഗ്നിറ്റീവ് ആൻഡ് വിസറൽ ആസ്പെക്റ്റ് ഓഫ് തിങ്കിങ്ങിനെ നിയന്ത്രിക്കാൻ പറ്റും. ആത്മാവിന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. അവിടുന്ന് അടിയങ്ങളോട് മനസ്സലിയണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥയും അവിടുന്ന് അറിയുന്നതാണ്. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ വന്നുപോയ സകല പാപങ്ങൾ യേശുവേ എന്നോട് ക്ഷമിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ആത്മാർത്ഥമായി ക്ഷമിക്കുന്നതാണ്. ആ പാപങ്ങൾ മുഴുവൻ ആ ക്രൂശിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ശാപങ്ങൾ മുഴുവൻ ക്രൂശിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ സൗമ്യതയാണ്. പലപ്പോഴും ഞങ്ങൾ ഗർവിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അറിയാമെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് സാത്താൻ ഞങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു. വി ആർ ജസ്റ്റ് യുവർ സെർവൻറ്റ്. ഞങ്ങൾ ആടുകളാണ് യേശുവേ. ആ ഇടയൻ എന്തെങ്കിലും തന്നാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ആ ഇടയൻ ഗൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങൾ ദുഷ്ടൻ്റെ കയ്യിൽ, ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകും. ശത്രു ഞങ്ങളെ മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനുമാണ് ശ്രമിക്കുന്നത്. സ്വർഗീയനാഥ, ഞങ്ങൾക്ക് യഥാർത്ഥമായ സൗമ്യത നൽകണം. ആത്മാവിൻ്റെ ബലമായ സൗമ്യത യേശുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ ഓരോരുത്തരിലും, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും വരട്ടെ, ധാരാളം വരട്ടെ. സൗമ്യത ഞങ്ങളുടെ ഒരു ക്യാരക്ടറായി തീരട്ടെ. യഥാർത്ഥ സൗമ്യത, അങ്ങയുടെ അസൗമ്യത, യഥാർത്ഥ അനുസരണം ഞങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾ കേട്ടു ആ യഥാർത്ഥമായി പണിയപ്പെടുന്നൊരവസ്ഥ. ഞങ്ങളുടെ ഹൃദയത്തിലെ ദുർനിക്ഷേപങ്ങൾ കാരണം പലപ്പോഴും സാത്താൻ വന്ന് ഞങ്ങളെ കൊണ്ട് പല സാത്താന്യമായ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് പഠിപ്പിച്ചതാണ്, പറഞ്ഞു തന്നതാണ്. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വാ സംസാരിക്കുന്നത്. ഒരുവൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുർനിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഇത് അവിടുന്ന് പറഞ്ഞ കാര്യമാണ്. ഹൃദയത്തിലെ നിക്ഷേപമാണ് എല്ലാ പ്രവൃത്തിക്കും, എല്ലാ സംസാരങ്ങളും കാരണം. അവിശ്വാസം എന്നുള്ളത് ഒരു ദുർനിക്ഷേപമാണ്. ഭീരുത്വം ദുർനിക്ഷേപമാണ്. കൊലപാതകം ദുർനിക്ഷേപമാണ്. അറയ്ക്കപ്പെടുന്ന ദുർനിക്ഷേപമാണ്. വ്യഭിചാരം ദുർനിക്ഷേപമാണ്. ഭോഷ്ക് ദുർനിക്ഷേപമാണ്. വിഗ്രഹം ദുർനിക്ഷേപമാണ്. അങ്ങനെ ദുർനിക്ഷേപങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ ഉണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ദുർനിക്ഷേപം അവരെ വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആ ദുർനിക്ഷേപങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുവാൻ, അതിനെ കൽപ്പിക്കുവാൻ, ആ മലകളോട് കൽപ്പിക്കുവാൻ, ദുർനിക്ഷേപമാകുന്ന മലയോട് കൽപ്പിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെയിരിക്കണം, സഹായിക്കണം. കർത്താവോട് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. സഹായിക്കും എല്ലാ യേശുവിനകത്ത് പ്രാർത്ഥന ചെയ്തു കേൾപ്പുത്തരം വരണം.